Original Vivaha certificate. Okay. Santosh Kumar Sahu, marriage officer for Tengana, hereby certificate on the 17th day of May 28. എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. ഹേ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മേ ബി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് എന്തായാലും എൻ്റെ വ്യൂവേഴ്സ് കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഒരു കോണ്ടന്റ് ഞാൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ചിലപ്പം കുറച്ച് ആൾക്കാരെങ്കിലും കരുതും മടുത്തില്ലേ ചേച്ചി, മതിയായില്ലേ ചേച്ചി എന്ന്. നമ്മൾ എത്രയൊക്കെ മടുത്താലും മതിയായാലും രേണു ചേച്ചി ഡെയിലി കണ്ടന്റ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് അത് കാണാൻ വേണ്ടി വ്യൂവേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ വ്യൂവേഴ്സിന് ഓഫ്കോഴ്സ് ഇഷ്ടമുള്ളൊരു ടോപ്പിക് ഇതായതുകൊണ്ട് സംസാരിച്ചല്ലേ പറ്റൂ, അതുകൊണ്ടാണ്. ആൻഡ് രണ്ടാമത്, ഇത് ചെയ്ത് ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനോട് പറയും, ഇന്ന് എന്താണോ രേണു ചേച്ചി പറയാൻ പോകുന്നത്, ഇന്ന് എന്ത് കോൺട്രവേഴ്സിയാണ് രേണു ചേച്ചി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സിലോട്ട് കുറച്ചൊക്കെ നമ്മൾ എത്തി എന്ന് പറയുന്നതും തെറ്റല്ല. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്പർഷിപ്പ് ലൈവിൽ ഞാൻ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് എന്ന് രേണു ചേച്ചി പറഞ്ഞത്. പിന്നെ രണ്ടാമത്തത്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് രേണു ചേച്ചിക്ക് ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഭയങ്കര ഒരു താല്പര്യമാണ്. ആ ഭാഗങ്ങളുടെ ഒരു ഫോക്കസ് ആൻഡ് ചില കമൻറ്റുകൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി യോജിക്കുന്ന ചില വ്യക്തികളുടെ കമൻറ്റുകൾ, ഇങ്ങനെ കുറച്ച് കഥകളാണ് നമുക്ക് മെയിനായിട്ട് സംസാരിക്കാനുള്ളത്. സോ എൻ്റെ വീഡിയോയിലോട്ട് എഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് പണ്ണാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും, കമൻറ്റ് അടിക്കാനും, ഹൈപ്പ് അടിക്കാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ടുള്ള എന്താണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കൂടെ കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഹായ്, ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരുടെയും നോട്ടം എങ്ങോട്ടാ പോവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില ഭാഗങ്ങളിൽ നോക്കണമെന്ന് കരുതി ചില ഭാഗങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ നോട്ടം ഫസ്റ്റ് പോയത് ഈ ക്യാപ്ഷനിലോട്ടാണ്. എല്ലാവരും നോക്കൂ. ചേച്ചി വീഡിയോയുടെ സ്പെല്ലിംഗ് ഇട്ടത് എന്താ, നിങ്ങൾ വായിച്ചോ? VIDEO ആണ് കേട്ടോ ചേച്ചി. മൈ ഫസ്റ്റ് വീഡിയോ, ലവ് യു ഓൾ. പൊതുവെ രേണു ചേച്ചിൻ്റെ വീഡിയോയിൽ കാണാത്ത ഒരു ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം സബ്സ്ക്രിപ്ഷനിൽ ആൾക്കാർ കയറിയല്ലേ പറ്റൂ. ആൻഡ് അതുപോലെ തന്നെ വേറൊരു സ്ക്രീൻഷോട്ടും കൂടെ ഞാൻ സൈഡിൽ കൊടുക്കാം. കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അഹാന കൃഷ്ണേനേക്കാളും സബ്സ്ക്രിപ്ഷൻ ഉള്ളത് രേണുസുധിക്കാണ് എന്ന് കേട്ട സമയം. സീരിയസ്ലി, അഹാന കൃഷ്ണയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരറിയാം. ഐ ആം ആൻ ഹ്യൂജ് ഫാൻ ഓഫ് ഹെർ വീഡിയോ. വീണ്ടും ഞാൻ പറയാണ്, കാരണം പുള്ളിക്കാരിയുടെ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ നമ്മളിങ്ങനെ കണ്ട് നോക്കി ഇങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷനിൽ എന്താ എനിക്കറിയില്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എന്നാലും അത് കുറേ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളത് വീഡിയോ കാണുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് വളരെ ഉറപ്പാണ്. പക്ഷേ അഹാനേനേക്കാളും സബ്സ്ക്രിപ്ഷനാണ് രേണുസുധി ചേച്ചിക്ക് പോയിട്ടുള്ളത്. എന്തായാലും ഇത് സത്യമാണോ സത്യമല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു ന്യൂസ് ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നു. അപ്പോൾ ചേച്ചി ഇനി മുതൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്ന സമയം കൊടുക്കുന്ന ക്യാപ്ഷൻ അങ്ങ് റെഡിയാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ പറയുന്ന നീ വലിയ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിക്കേണ്ട. എൻ്റെ ക്യാപ്ഷനിൽ ഞാൻ മാക്സിമം പെർഫെക്റ്റ് ആക്കുന്നുണ്ട്. പറയുന്നതിൽ ചില മിസ്റ്റേക്കൊക്കെ വരും. കാരണം ഞാൻ ഈ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് സംസാരിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ നിർത്തി ഷോർട്ട് എടുക്കുന്ന ആളല്ല. കാരണം എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഞാൻ വർക്കിന് പോയി വന്നിരിക്കുന്ന ഒരു കോലാണ്. ഇപ്പോൾ സമയം 5:30 ആയി. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് നേരത്തെ എത്തി. അല്ലേ യൂഷ്വലി ഈ ടൈമിലാണ് വരിക. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഞാൻ മാക്സിമം ഇങ്ങനെ പീസ് ആക്കി എടുക്കാനോ ഇടയിൽ കട്ട് ചെയ്യാനോ ഒന്നും എഫോർട്ട് എടുക്കലില്ല. അപ്പം ഇങ്ങനെ കുറേ സംസാരിച്ച് പോകുമ്പം ഏത് മനുഷ്യനാണെങ്കിലും നാക്കൊക്കെ ഒന്ന് കുളിക്കും വളച്ചൊക്കെ പോവും, നിങ്ങളൊന്ന് കരുത്. എന്തായാലും സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് വരുത്തലുള്ള. എന്തായാലും ചേച്ചി VIDEO. ഓക്കെ, എന്തായാലും ബാക്കി കാണാം. ഹായ്, ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈമുള്ള. ആദ്യം തന്നെ പൊതുവേ രേണുസുധി എടുക്കുന്ന ഒരു വീഡിയോ പോലെയല്ല ഈ ഒരു വീഡിയോ.
ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു 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 കിണുങ്ങൽ സാധനം കാണാൻ പറ്റും. എന്തിനാ ഈ കിടുങ്ങിയത്? സബ്സ്ക്രിപ്ഷനിൽ ഞാൻ എന്തോ കിണുങ്ങി കാണിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഈ ഒരു സാധനം അതെന്തിനാണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണോ? ഈ രണ്ട് ആക്ഷൻ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു എന്ന് തോന്നുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ കൂടെ രണ്ട് കാര്യങ്ങളെ കൺവേ ചെയ്യാനുള്ളൂ. എൻ്റെ സബ്സ്ക്രിപ്ഷൻ റൂളിൽ അടിപൊളി സാധനമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നേ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളി. എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ അവിടെയാണ് അവസാനിച്ച അവിടുന്ന് കേൾക്കാം. അതുപോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, തിരക്കുകൾ കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാൻ വരും. ടൈം ഉള്ളതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞത്. എക്സ്ക്ലൂസീവ് രേണു സുധി സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും കൂടെ രേണു സുധി ചേച്ചി തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പോയി സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്തോളൂ. കാരണം സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കാണാൻ മാത്രമുള്ളത് രേണു സുധി ചേച്ചി തരും എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ നോട്ട് ദ പോയിന്റ് സമയമുള്ളപ്പോൾ ചിലപ്പോൾ ചേച്ചി ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും ഒരു മാസം ഇടുക. അപ്പോൾ നിങ്ങൾ 199 ഉറുപ്പ്യ പോവും. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തോളൂ. എന്തായാലും സബ് ടു യു. കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഈ ഒരൊറ്റ സാധനം ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള എൻ്റെ ഒരേ ഒരു റീസൺ, രേണു സുധി ടോപ്പ് പിടിച്ച് കളിക്കുന്ന കാര്യം കണ്ടതുകൊണ്ട് മാത്രമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വീണ്ടും 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 ഈ സാധനം ചെയ്തുകൊണ്ട് നിൽക്കുന്നേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വസ്ത്രം എന്ന് പറയുന്ന ഒരു വ്യക്തിഗത സ്വാതന്ത്ര്യമാണ്. എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള വ്യക്തികൾ എത്രയോ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പോസ് ചെയ്തതിനെ കുറ്റം പറയല്ല, കാണിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു കളിയാണ്. ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇടുക. ഇത് വെറുതെ അവിടെ പോയി ഇങ്ങനെ ടച്ച് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ ലവ് യു സോ മച്ച് രേണു സുധി. ഒരുപാട് ഇഷ്ടത്തോടെ ലവ് യു സോ മച്ച് രേണു സുധി. ഓ എൻ്റെ അമ്മോ, സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ കളിക്കുന്ന പെടാപ്പാടെ ഞാൻ ശരിക്കും ആലോചിക്കാം രേണു സുധിക്കൊക്കെ എന്തിൻ്റെ ആവശ്യം എന്നുള്ളത്. രേണു സുധീൻ്റെ മകൻ്റെ കാര്യം, മൂത്ത മകൻ്റെ കാര്യം ഫുള്ള് ഫ്ലവേഴ്സാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അവനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. ഇനി എത്ര രേണു അവനെ സഹായിക്കേണ്ടി വരും? രണ്ടാമത്തെ മോൻ ചെറിയ കുട്ടിയായിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു LKG UKG 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുള്ളൂ. രേണു സുധിക്ക് ഒരുപാട് ഷോർട്ട് ഫിലിം ഉണ്ട്, ഒരുപാട് ഇനാഗ്രേഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്, നല്ലൊരു ഏർണിംഗ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഉറപ്പാണല്ലോ. രേണു തന്നെ പറയുന്നുണ്ട്, എനിക്ക് പല കാര്യങ്ങളും വാങ്ങാൻ പറ്റും. AC ആണെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുണ്ട്, അപ്പം ഈ സമ്മതിക്കുന്നില്ല. ഐഫോൺ ആണെങ്കിലും എനിക്ക് വേണേൽ റെഡി ക്യാഷിന് വാങ്ങാം, പക്ഷേ എനിക്ക് ഐഫോൺ താല്പര്യമില്ല എന്നൊക്കെ രേണു സുധി വളരെ ഗോരെ പറയുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തികളാണല്ലോ, നമുക്ക് ഏകദേശം പലതും ഒക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലല്ലോ. പിന്നെ എന്തിനാണ് ഈ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള പ്രഹസനങ്ങൾ കൊണ്ടുവരുന്നത്? ആൻഡ് അതിൽ കൂടെ ഏത് കൈൻഡ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. എന്തായാലും അതവിടെ കിടക്കട്ടെ. ഞാൻ ജസ്റ്റ് വീഡിയോന് താഴെ പോയി നോക്കി കേട്ടോ. ആദ്യത്തെ ഒരു 10-20 കമൻസ് ഒക്കെ പോസിറ്റീവാണ്, ഹാർട്ടും ലൈക്കും ഒക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അങ്ങോട്ടാണ് കമൻറ്റിൻ്റെ ചാകര. ഡാഷ് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല. ഒന്നുകൂടെ ഒന്ന് താഴ്ത്തി പിടിച്ചേ ചേച്ചി. ഒരു പെൺകുട്ടിയുടെ ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റാണ് കേട്ടോ. എൻ്റെ പൊന്നു ചേച്ചി, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? അല്ലാതെ തന്നെ ഒരുപാട് നെഗറ്റീവ് ഉള്ളതാ. അതിൻ്റെ ഇടയിൽ ഇത് എന്തിനാ ഷൂട്ടൊക്കെ ഇല്ലേ? അങ്ങനെ പോയാൽ പോരെ. സത്യം, ഒരുപാട് നെഗറ്റീവ്സ് ഇവരുടെ ഈ ഒരു കാണിക്കലുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ്. പിന്നെ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യം എന്താണോ അവർ ചെയ്യുന്നത് ആ കാര്യമായിട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് പോയാൽ പോരെ. പലതും പറയും ചേച്ചിയുടെ ജീവിതമാണ്, ചേച്ചി കാണിച്ചു നടന്നോളൂ. അവളുടെ ഒരു ഇംഗ്ലീഷ് എന്തൊക്കെ കാണണം ചേച്ചി, മരോന്ത്. അകത്തുള്ളതെല്ലാം പുറത്താണ്, എല്ലാം സുധിച്ചേട്ടനാണ്. ഇങ്ങനത്തെ ഒരുപാട് കമൻസുകൾ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ട്. എല്ലാ കമൻസിനും മോർ ദാൻ 10, 20, 35 ലൈക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറേ ലൈക്സ് ഒക്കെ ഉള്ള കമൻസാണ്. ഇതല്ലാണ്ട് കുറേ ഹാർട്ട് ഇട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ രേണു സുധിയിൽ റീസെൻ്റ്ലി കാണുന്ന കാർ വിഷയമില്ലേ, സീറ്റ്
സീറ്റ് ബെൽറ്റ് വിഷയം ഉണ്ടായിരുന്നല്ലോ, സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് കാണിച്ചേ. അന്നത്തെ ആ ഒരു കോൺട്രവേഴ്സി ടൈം തൊട്ടിട്ട് രേണുസുധിയുടെ ഒരു ഫോക്കസ് ഓഫ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ സൈഡിൽ കൂടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് രേണുസുധി രാവിലെ പള്ളിയിൽ പോയി, മോനെയൊക്കെ കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് എടുത്തിട്ടുള്ള റീൽസ്, ഓട്ടോറിക്ഷയാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, പോകുമ്പോൾ എടുത്തിട്ടുള്ള ഒരു റീൽസാണ്. ഈ റീൽസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആൾ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, എന്താണ് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് കാണിച്ചതിൽ കൂടെ ആളെന്താ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കൊണ്ട്, ഒന്നാമത് രേണു ഇടുന്ന എല്ലാ വീഡിയോസിനും നെഗറ്റീവ് ഉണ്ട്. നല്ല രീതിയിൽ പൊങ്കാല കിട്ടുമെന്ന് ഉറപ്പുള്ള വീഡിയോസിനൊന്നും രേണുസുധി എന്ത് ചെയ്യില്ല, കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യില്ല. കാരണം ഓപ്പൺ ചെയ്താൽ തെറിവിളികൾ ഓൺ ദ വേ ആണ് എന്നുള്ള കാര്യം ആർക്കറിയാം, വളരെ ക്ലിയർ ആയിട്ട് രേണുച്ചിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി നെഗറ്റീവ് കമൻറ്റ്സ് വരുമെന്ന് അറിഞ്ഞ് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ കമൻറ്റ് ഓപ്പൺ ചെയ്താൽ ഒരു വിഷയവുമില്ല, ആയിക്കോട്ടെ ഇത് കരുതിക്കൂടെ. പക്ഷെ അല്ല, കമൻസ് അല്ലെങ്കിൽ പല വീഡിയോൻ്റെ കമൻസ് ഓഫ് ചെയ്യുന്നത് ഇതിൽ നെഗറ്റീവ് കമൻറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇതിലും എക്സ്പോസ് ആയിട്ട് വീഡിയോസ് ഇടുന്ന എത്ര ആൾക്കാരുണ്ട്. വൈ നോട്ട് രേണു? വൈ രേണു ഇത് ഇത്ര വലിയ വിഷയമാക്കുന്നു? ബിക്കോസ് രേണു നോ ദാറ്റ് ഇതെന്തായാലും ഒരു കോൺട്രവേഴ്സി ആവും, പലരും റിയാക്ട് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് പലതും കളിക്കുന്നു. അതാണ് നെഗറ്റീവ് കോൺട്രവേഴ്സി ടു ഓൾ ദി രേണുസുധി സപ്പോർട്ടേഴ്സ്. സുധിയാണ് ഒരുപാട് എന്താ പറയുക വിവാദങ്ങളൊക്കെ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിനോടൊന്നും റിപ്ലൈ തരാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള മറുപടി പറയാനോ ഉള്ള സമയവും ഇല്ല എനിക്കിപ്പം. അതിനുള്ള അവസരത്തിനും അല്ല രേണുസുധി വന്നത്. കുറേ പേരുടെ എന്താ പറയുക പ്രശ്നം. ഓഫ് കോഴ്സ് ഇപ്പൊ നടക്കുന്ന സോഷ്യൽ മീഡിയ വിവാദത്തിന് മറുപടി കൊടുക്കാൻ രേണുസുധി ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം രേണുസുധി സ്വന്തമായിട്ട് വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വന്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സാധനത്തിന് മറുപടി കൊടുക്കാൻ ഓഫ്കോഴ്സ് രേണുസുധി ചേച്ചിക്ക് സമയമേ ഉണ്ടാവില്ല. കാരണം ഞാൻ മറുപടി കൊടുത്ത ആ വിഷയം ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ കോൺട്രവേഴ്സി ഉണ്ടാക്കുക? എനിക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കിയല്ലേ പറ്റൂ, എനിക്ക് വിഷയങ്ങൾ ഉണ്ടാക്കിയല്ലേ പറ്റൂ. ആൻഡ് ഞാൻ നിങ്ങളുടെ വായടപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിന്നോ, എന്നെക്കുറിച്ച് കോൺട്രവേഴ്സീസ് ഇട്ടുകൊണ്ട് നിന്നോ, എനിക്കൊരു വിഷയവുമില്ല, ഒരു പരാതിയുമില്ല. ഇതാണ് രേണു ചേച്ചി. രേണു മാത്രം മതി സുധി മാറ്റുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് സുധിച്ചേട്ടൻ. ഓക്കെ, ഇതന്നെ രേണുവിൻ്റെ ഹസ്ബൻഡാണ് സുധി. 100 200 300%. കാരണം നിങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചത്, നിങ്ങൾ കല്യാണം കഴിച്ചതാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. രേണുവിൻ്റെ ഹസ്ബൻഡ് അല്ല സുധി എന്ന് കരുതിയിട്ടല്ല നമ്മളാരും സുധീൻ്റെ പേര് മാറ്റണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ മാറ്റണം എന്ന ആൾക്കാർ പറയുന്നത്. നമ്മളിത് പറയാനുള്ള കാരണം സുധീൻ്റെ പേര് വെറുതെ വിറ്റ് ജീവിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഭർത്താവിൻ്റെ പേര് ഭാര്യയ്ക്ക് വിറ്റ് ജീവിച്ചുകൂടെയാണ്. എടോ ചെയ്യടോ, ഇപ്പോൾ ഭർത്താവിൻ്റെ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന എത്ര ഭാര്യമാരുണ്ട്. പക്ഷേ നെഗറ്റീവ് കോൺട്രവേഴ്സിയിൽ കൂടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ലേബൽ മുമ്പിൽ വെച്ച് അതിൽ കൂടെ കാശ് ഉണ്ടാക്കുകയും എന്നാൽ ആ ഉണ്ടാക്കുന്ന കാശ് ഭർത്താവിനോട് ആത്മാർത്ഥ സ്നേഹമാണോ എന്നുള്ളത് ചോദ്യം ചെയ്യുന്ന നിലയിൽ വരുമ്പോഴാണ് പലരും പറയുന്നത് സുധീൻ്റെ പേര് ഒഴിവാക്കി രേഷ്മ പി തങ്കച്ചനായി നിന്നോളാം. സുധീൻ്റെ പേര് ഒഴിവാക്കി ഇനി തങ്കച്ചൻ വന്നാലും, തങ്കച്ചൻ്റെ പേര് ഒഴിവാക്കി ഇനി സുധി വന്നാലും രേണു ഇതേ കളി കളിക്കും. രേണുവിന് റീച്ചും ക്യാഷും ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാക്സിമം ലെവലിൽ. അത് കഴിഞ്ഞ് ഇതൊക്കെ അങ്ങ് പോകും. എൻ്റെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ്, നോക്കൂ. അതായത് the 4th schedule C section 13 of the Special Marriage Act 9. ഇത് ഫുള്ള് കേട്ടോട്ടോ. രേണു ചേച്ചി വായിക്കുന്നതൊക്കെ ഭയങ്കര കോമഡിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ കല്യാണം കഴിച്ചില്ല എന്ന്. ഈ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയോ ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലിവിങ് ടുഗദർ ജീവിക്കുന്ന കപ്പിൾസിൽ ഈ കാലത്ത് ഇയാളുടെ പേരിടുന്നതിന് സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന ഇതിലാവട്ടെ ബാക്കി. 1954 സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് നോക്കൂ. ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ്. ഓക്കെ, Santosh Kumar Sahu, marriage officer for Tengana, hereby certificate on the 17th day of May 28, Sudhi Shivadasan Das, Valiyavala, Vadakedil, Mangadi Piyo, address, presence of 3 witness who has signed അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 വാസ് ഉണ്ടോ. ഓക്കെ, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്, ഇതാണ്ട് ബ്രൈഡ്. ഗ്രൂം രേണുസുധി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ എൻ്റെ ഒറിജിനൽ നെയിം. ഓക്കെ, എൻ്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. അപ്പം ഇത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഞങ്ങളുടെ.
മനസ്സിലായോ? അപ്പം എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ട് സുധിച്ചേട്ടൻ്റെ പേര് പറയാൻ. ഇപ്പോഴും കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ് ഞാൻ. സോ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണു സുധിക്ക് എന്നും, അതായത് സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം സുധിച്ചേട്ടൻ്റെ പേര് യൂസ് ചെയ്യാനുള്ള അവകാശം എനിക്ക് ഓൾറെഡി ഇന്ത്യൻ ആക്ട് പ്രകാരം, സ്പെഷ്യൽ ആക്ട്, മാരേജ് ആക്ട് പ്രകാരം എനിക്ക് തന്നിട്ടുള്ള അവകാശമാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ കുറച്ചൊന്ന് അടങ്ങും. രേണു സുധി ചേച്ചിയുടെ പേരിൻ്റെ കൂടെ സുധി എന്ന് പറയുന്ന ഒരു പേര് വെച്ചോളൂ. നമുക്ക് ആർക്കും ഒരു പരാതിയുമില്ല. രേണു സുധി ചേച്ചി വേണമെങ്കിൽ 24 മണിക്കൂറും 48 മണിക്കൂറും സ്തുതി മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിന്നോളൂ, നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ആത്മാർത്ഥമായ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയോട് ഇപ്പം ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി മാത്രമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രണയമുണ്ടോ? നമുക്ക് ഒരാളുടെ അടുത്തൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമുക്ക് വേറൊരാളെ മനസ്സിൽ കൊണ്ടുവച്ച് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ ഈ കാണിക്കുന്ന എല്ലാ ഇമോഷൻസും ആത്മാർത്ഥമായിട്ടാണോ? ഒന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചൊന്ന് പറഞ്ഞേ. ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന ഒരു പേക്കൂത്തും നിങ്ങൾ കാണിക്കില്ല. കല്യാണം കഴിക്കാൻ പോവുകയാണ്, 1.5 വർഷത്തിനുള്ളിൽ കഴിക്കും, വീഡിയോ കോള്, പിന്നെ എന്താണ് കൊല്ലം സുധീൻ്റെ കല്ലറേൻ്റെ ആ ഒരു ചടങ്ങിൻ്റെ സമയത്ത് കടന്നുള്ള തുള്ളൽ, പിന്നെ ഈ അക്ഷയിൻ്റെ കൂടെയുള്ള സാധനങ്ങളിൽ ഡബിൾ മീനിങ്, ഈ സാധനങ്ങളൊന്നും നിങ്ങൾ കാണിക്കൂല. ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് മൂവ്ഡ് ഓൺ, അതിൽ നിന്ന് പോയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെക്കാൾ 10 മടങ്ങ് കഴിവുള്ള വ്യക്തിയാണ് കൊല്ലം സുധി. അഭിനയമൊക്കെ ദി പീക്ക് ലെവലായിരുന്നു. പുള്ളീനെ അത്രത്തോളം സ്റ്റേജ് ഷോയിൽ പോയിട്ടുള്ള എന്നും ഓർക്കുന്നൊരു വ്യക്തിയാണ്. ആ പുള്ളിക്കാരൻ അഭിനയത്തിൻ്റെ പേരിൽ ഇമാതിരി കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ? ആ പുള്ളിക്കാരന് ചുറ്റും എത്രയോ ക്യാമറാമാൻമാർ പോയിട്ടുണ്ട്. എവിടെയെങ്കിലും പുള്ളി നെഗറ്റീവായിട്ടൊരു കോൺട്രവേഴ്സിയോ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഹിസ് ക്വാളിറ്റി. അത് രേണു ചേച്ചിക്കില്ല. അതാണ് നമ്മളീ പറയുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റില്ല. ആ പെർഫ്യൂമിനോട് നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ആൻഡ് നിങ്ങളുടെ മൂത്ത മകൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള കൊല്ലം സുധിയുടെ ട്രോഫികൾ മുഴുവൻ കട്ടിലടിയിലിട്ട, ഫോട്ടോ ഫ്രെയിം മുഴുവൻ മൂലക്കിട്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനോടൊക്കെ നിങ്ങൾ എന്താ കാണിച്ചിട്ടുള്ളത്? കൊല്ലം സുധിയുടെ അമ്മേനെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാണ്ടാണോ നിങ്ങളൊരു മാരേജ് സർട്ടിഫിക്കറ്റും പൊക്കി വെച്ചിട്ട് പറയുന്നത്? എന്തുവാ ഈ കൈൻഡ് ഓഫ് ഒരു ഇമോഷൻസും പോസിറ്റീവായി ഫ്രം ദ ഹാർട്ട് നിങ്ങളിൽ നിന്ന് തോന്നാത്തത് കൊണ്ടാണ് പലരും പറയുന്നത് ഈ പേര് മാറ്റാൻ. കാരണം നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങളുടെ ഭർത്താവല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് അല്ല എന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ലേ. നീയൊക്കെ പള്ളിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞോ, പുല്ലേന്നും കോപ്പയെന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോളാം കേട്ടോടാ മറ്റവൻ. ഇത് എനിക്കാണോ ഭ്രാന്ത്, രേണുവിനാണോ ഭ്രാന്ത്? ഈ വീഡിയോയുടെ തുടക്കത്തിൽ രേണു എന്താ പറഞ്ഞത്? എന്നെ പല്ലിയെന്നും കോപ്പയെന്നും നിങ്ങൾ വിളിക്കുന്നുണ്ട്, ഞാനത് ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് പൊടി പുല്ലേ എന്ന് പറയുന്നൊരു ക്യാപ്ഷൻ എടുത്തിട്ട് മറ്റവളെ പോയി വിളിക്കാൻ. ഇനി എന്തായാലും ഈ ഒരു കണ്ടന്റ് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രേണു സുധിക്ക് ഓൺലൈൻ മീഡിയക്കാർ മുമ്പിൽ എത്തിയില്ലെങ്കിലും രേണു സുധിൻ്റെ വീഡിയോയിൽ താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ എടുത്തു വെച്ച് സംസാരിച്ചു കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമും കൂടെ രേണു സുധി തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം പറയാൻ പറ്റില്ലല്ലോ എത്രമാത്രം ഓൺലൈൻ മീഡിയക്കാർ വരുമെന്ന്. ഇനിയിപ്പോൾ പുതിയ ബിഗ് ബോസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും നേരം ഉണ്ടാവില്ല രേണു സുധിൻ്റെ പുറകെ പോകാൻ. അപ്പോൾ ഓഫ് കോഴ്സ് തനിക്ക് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി താൻ ഈ ഒരു സാധനവും ചെയ്യുമെന്നാണ് രേണു സുധി പറഞ്ഞത്. ആൻഡ് ഇവർ പറയുന്നത് ഭയങ്കര കോമഡി കേട്ടോ. പല ചോദ്യങ്ങൾക്ക് ഇവർ കൊടുക്കുന്ന റിപ്ലൈ, അല്ലെ ഇവരുടെ അക്കൗണ്ടിൽ തന്നെ പല കാര്യം ഇപ്പം തന്നെ പറഞ്ഞു നോക്ക്, പല്ലിന്നും കോപ്പയെന്നും വിളിക്കുന്നത് ഞാൻ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, ഓക്കെ. പക്ഷേ എന്നിട്ട് പൊടി പുല്ലേ എന്ന് വിളിച്ച കമൻറ്റിനോട് പറയാന്ന്, പുല്ലേന്നോ കോപ്പയെന്നോ നീ വീട്ടിൽ പോയി വിളിച്ചോന്ന്, അല്ലെ മറ്റോളെ പോയി വിളിച്ചോന്ന്, എന്തുവാ പറയണ്ടേ? ഇതൊക്കെ ഏത് കൈൻഡ് ഓഫ് റിപ്ലൈ ആണ്, റെസ്പോൺസ് ആണ്, ഏത് കൈൻഡ് ഓഫ് ഇതാണ് എന്ന് ആലോചിച്ച് നോക്ക്. അല്ലെ ഹെലൻ ഓഫ് സ്പാട്ട ചെയ്യുന്ന പോലെ ചെയ്യണം. ഇങ്ങോട്ട് സാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സാന്ന് പറയും. അതൊന്നുമല്ല. എന്ന് സാന്ന് പറഞ്ഞാൽ ഞാൻ സാന്ന് പറയില്ല, പക്ഷെ സാന്ന് പറഞ്ഞാൽ ഞാൻ സാന്ന് വിളിക്കും എന്ന് പറയുന്നൊരു സീനാണ്. എന്തായാലും എന്തൊരു ഇതെന്തൊരു തൊന്തരവ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.